ഹലോ എവറി വൺ. നമ്മളിന്ന് പുതിയൊരു ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. BEGS 183 റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് എന്ന് പറയുന്ന ബുക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ബ്ലോക്കായിട്ടുള്ള ഇംപ്രൂവിംഗ് ദ ബേസിക്സ്, അതിൽ 3 യൂണിറ്റുകളാണ് നമുക്ക് വരുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റാണ് ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ, അനലിറ്റിക്കൽ ആൻഡ് ഇൻ്റർപ്രറ്റീവ് തിങ്കിങ് സ്കിൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയൊരു ഭാഗമാണ്. ഇത് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പം ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം കേട്ടോ. അപ്പം ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു നല്ലൊരു റീഡർ ആക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു റൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് നമ്മൾ നല്ലൊരു തിങ്കർ ആവാൻ വേണ്ടിയിട്ട്, നമ്മൾ നല്ലൊരു ഒരു സ്റ്റോറി നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിലെന്തൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം, എങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ ഇത് കണ്ടുപിടിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ നല്ലൊരു തിങ്കറും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തൊരു യൂണിറ്റാണ് കേട്ടോ ഇത്. അഥവാ നമുക്ക് സ്വയം ക്വസ്റ്റ്യൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാനും അതുപോലെ തന്നെ സിന്തസൈസ് ചെയ്യാനും ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യാനും ഒക്കെ ഉള്ള നമ്മുടെ ഒരു കഴിവ്, നമ്മുടെ ഒരു എബിലിറ്റിയെ വളർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെയാണ് ഈ ഒരു യൂണിറ്റ് ഇതിൽ പറയുന്നത്. ഇതെന്താണ്, നമ്മളൊരു കൂടുതലായിട്ടുള്ളൊരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു തിങ്കർ ആവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന യൂണിറ്റാണ്. ഇതിൽ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത് നമ്മളെന്താണ്, ദിവസവും പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പലതിനെ അനുകൂലിച്ചും പലതിനെയും പ്രതികൂലിച്ചും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പോലും എന്താണ്, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻസ്, അതുപോലെ തന്നെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഇങ്ങനെയൊക്കെ പല ആളുകൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ, പല അഭിപ്രായ വൈരുദ്ധ്യങ്ങളും നമുക്ക് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേത് സ്വീകരിക്കണം, ഇതിനേതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. ഓരോ കാര്യത്തിനും നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അതിൽ ഏത് സ്വീകരിക്കണമെന്ന് തിരുത്താനും ഒക്കെ ഉള്ളൊരു അവകാശം നമുക്കുണ്ട്. അപ്പം ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള നിലക്ക് നമ്മളെന്താണ്, ഒരു കാര്യം കേട്ടിട്ടുണ്ട് അതിൽ ചാടി വീഴാതെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് വേണം ആ ഒരു കാര്യത്തിലേക്ക് എന്താണ് നല്ലൊരു തീരുമാനം അതിലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്, എപ്പോഴും ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് എല്ലാവരുടെ മനസ്സിൽ അതിനെ വിമർശിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു വിമർശനം മാത്രമല്ല, അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ എതിർത്ത് ഇങ്ങനെ ചെയ്യുന്ന ഇതിനെയാണ് എന്ത് പറയുന്നത്, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പം അതിൽ അനലൈസ് വരും, ഇൻ്റർപ്രറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യും. ഇതൊക്കെ കൂടി ചേർന്നാൽ മാത്രമേ എന്താവുള്ളൂ, ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള തിങ്കർ നമ്മളായി മാറുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് തിങ്കിങ് ക്രിട്ടിക്കലി ആസ് എ റൈറ്റർ, റീഡർ ആൻഡ് ട്രബിൾ ഷൂട്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം നമുക്ക്. ഇതിൽ പറയുന്നത് നമ്മളിപ്പോൾ ഒരു റൈറ്റർ ആണല്ലോ. അപ്പം ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമുള്ള 2 മേഖലകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിലൊന്നാമത് പറയുന്നത് ഇൻ്റർനെറ്റ് ജേർണൽസ്. നമുക്ക് ഇൻ്റർനെറ്റ് ജേർണൽസ് വഴി കിട്ടുന്ന പല വിവരങ്ങളെയും നമ്മൾ എന്താണ് ചെയ്യണം, അതിനെ കുറിച്ചിട്ട് പഠിക്കണം, അതിനെക്കുറിച്ചിട്ട് വിലയിരുത്തണം. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് ഈ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് കേൾക്കുക എന്ന് പറയുന്നത്. അവർ അതിനെക്കുറിച്ചിട്ടുള്ള ആശയങ്ങളും അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. ഈ 2 മേഖലകളാണ് നമുക്ക് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമായിട്ട് വരുന്ന, അഥവാ നമ്മുടെ റൈറ്റർ എന്നുള്ള നിലയിൽ നമ്മൾ എന്താണ് ഒരു ക്രിട്ടിക്കൽ തിങ്ക് നമ്മൾ ചെയ്യേണ്ട ഒരു ഇതെന്ന് പറയുന്നത് ഈ 2 മേഖലകളാണ്. അതുപോലെ തന്നെ പിന്നീട് പറയുന്നത് സ്ട്രാറ്റജീസ് ഫോർ ക്രിട്ടിക്കൽ റീഡിങ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് വേണം കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാതെ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടില്ല. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ PDF ഒക്കെ അവൈലബിൾ ആണല്ലോ നമ്മളെ ഗൂഗിളിലൊക്കെ. അപ്പം അതിൽ നിന്ന് PDF ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടെങ്കിലും മാത്രമേ എൻ്റെ ക്ലാസ് കേൾക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിതിൽ എൻ്റെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി വേറെ ക്ലാസ് കേൾക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ കേൾക്കാം കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യകത വരുന്നില്ല ഞാൻ, കാരണം അത്രയും എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആക്കി ഞാൻ പറയുന്നുണ്ട്. സോ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് സ്ട്രാറ്റജീസ് ഫോർ ക്രിട്ടിക്കൽ റീഡിങ്. ഇപ്പോൾ നമ്മൾ ഒരു ക്രിട്ടിക്കൽ റീഡറാണ്, നമ്മളൊരു വായനക്കാരനാണ്. ഇങ്ങനത്തെ സാധാരണ വായനക്കാരനല്ല. നമ്മൾ അതിനെക്കുറിച്ചിട്ട് ക്രിട്ടിക്കൽ ചെയ്യുന്ന, അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്ന, അല്ലെങ്കിൽ പല രീതിയിലും നമുക്കതിനെ വിശകലനം ചെയ്യേണ്ട ഒരു റീഡറാണ് നമ്മൾ. അപ്പം നമ്മൾ അതിനുള്ള സ്ട്രാറ്റജീസാണ് പറയുന്നത്. ഇപ്പം ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റീഡർ ആവാൻ നമുക്ക് എന്തൊക്കെ വേണം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മളൊരു കാര്യം വായിക്കുകയാണെങ്കിൽ അതിൻ്റെ നേരിട്ട് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മീനിങ്ങിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഇന്നർ മീനിങ് ആണ് നമുക്കതിന് ആവശ്യമുള്ളത്. അപ്പം ഒരു കാര്യം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇൻ്റർഫറൻസ് ചെയ്യുക, ഇൻ്റർപ്രറ്റീവ് ചെയ്യുക, അതുപോലെ തന്നെ അനാലൈസ് ചെയ്യുക, ഇവാലുവേഷൻ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള റീഡർ ആവാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഓരോ പുസ്തകം വായിക്കേണ്ട പല രീതികളുണ്ടാവും. പല വ്യത്യസ്തമായിട്ടുള്ള വായനാ രീതികൾ നമ്മൾ ഓരോ ടൈപ്പ് എഴുത്തിനും ഓരോ ടൈപ്പ് വായനാ രീതികൾ തന്നെയുണ്ടെന്നും പറയുന്നുണ്ട് അതിൽ. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന വേറെ കാര്യം ക്രിട്ടിക്കൽ റീഡിങ് സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നതാണ് എന്തൊക്കെയാണ് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ്. ഇപ്പം നമ്മൾ ശരിക്കുള്ളൊരു വായനക്കാരന് മാത്രമല്ല, നമ്മളൊരു ക്രിട്ടിക്കൽ വായനക്കാരനാണ്. അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് ഗ്രഹിക്കണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. കുറച്ച് പോയിന്റുകൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് അനോട്ടേറ്റിംഗ്. അഥവാ നമ്മൾ കാര്യം വായിക്കുമ്പം അതൊരു
വായനയ്ക്കിടയിൽ തന്നെ നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങളും അതിൽ നമുക്ക് വരുന്ന സംശയങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് അനോട്ടേറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ടേക്കിംഗ് ഇൻവെൻറ്ററി. അഥവാ അതിൽ റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്ന വേർഡ്സ്, ഐഡിയാസ്, എക്സാമ്പിൾസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ നമ്മൾ കണ്ടെത്തണം. ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്താവും, ഒരു ക്രിട്ടിക്കൽ റീഡർ ആവും എന്നുള്ളതായിട്ട് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേതാണ് അനോട്ടേറ്റിംഗ്. നമുക്ക് എന്താണ്, നമുക്ക് അതിനിടയിൽ വരുന്ന സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കുറിച്ച് വെക്കുക. ഇപ്പോൾ ഒരു സ്റ്റോറി നമ്മൾ വായിക്കണമെങ്കിൽ അതിൽ ചില സംശയങ്ങളൊക്കെ നമുക്ക് ഇതിലുണ്ടാവും, അപ്പോൾ അതൊക്കെ എഴുതി വെക്കുക. അതുപോലെ തന്നെ ടേക്കിംഗ് ഇൻവെന്ററി എന്ന് പറയുമ്പോൾ അതിൽ റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്ന വേർഡ്സും ഐഡിയാസും എക്സാമ്പിൾസും ഒക്കെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. ദെൻ മൂന്നാമത് പറയുന്ന കാര്യമാണ് ഔട്ട്ലൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ്, സപ്പോർട്ടിങ് ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു പട്ടിക തന്നെ ഉണ്ടാക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും അതുപോലെ തന്നെ സപ്പോർട്ടിങ് ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഒരു പട്ടികപ്പെടുത്തി എഴുതുക. പിന്നെ നാലാമത് പറയുന്നത് സമ്മറൈസിങ് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സമ്മറി എന്താണോ അതൊന്ന് ചുരുക്കി എഴുതി വെക്കുക. ദെൻ സിന്തസൈസിങ്, അഥവാ നമ്മുടെ ആശയങ്ങളെ മറ്റുള്ളവരുടെ ആശയങ്ങളുമായിട്ട് എന്താ പറയുക, ഒരു കമ്പയർ ചെയ്യുക. അതാണ് സിന്തസൈസിങ് എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് കോണ്ടെക്സ്റ്റലൈസിങ്, അഥവാ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ആ പുസ്തകത്തിന് എന്താണ്, ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള, ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പം അതൊക്കെ അതിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു വായന വെറുതെ വായിച്ചു പോകുന്നില്ല, അത് ചിലപ്പം ഒരു കാലഘട്ടത്തിൻ്റെ എഴുത്തായിരിക്കും. അപ്പം ആ ഒരു കാര്യങ്ങൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മളൊരു ക്രിട്ടിക്കൽ റീഡർ, അപ്പം അതിനെ വിമർശിക്കുന്നതിന് മുമ്പ് ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൂടെ നമ്മൾ അറിഞ്ഞിരിക്കാം. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ റീഡർ എന്നുള്ള നിലയിൽ നമ്മൾ അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നിർബന്ധമാണ്. അതുപോലെ തന്നെ പിന്നീട് പറയുന്ന കാര്യമാണ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. അപ്പോൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റഫേഴ്സ്, സിമിലീസ്, പേഴ്സോണിഫിക്കേഷൻസ്, ഇങ്ങനത്തെ ഇവിടെയൊക്കെ ഇമ്പോർട്ടൻസും അവരുടെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ, എന്തൊക്കെ അർത്ഥങ്ങളാണ് ഇതിൽ വരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ദെൻ പിന്നീട് പറയുന്നതാണ് ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. അപ്പം ഇപ്പം ആ ഒരു ബുക്കിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ അതൊന്നും നമ്മൾ വിലക്കെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ അത് വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്കത് എതിരായിട്ട് തോന്നാം. പക്ഷേ അങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം, ഒരു തുറന്ന ഒരു പുസ്തകം പോലെ, ഒരു തുറന്ന ഐഡിയ പോലെ വേണം നമ്മളതിനെ വായിച്ച് മനസ്സിലാക്കിയാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എതിർക്കാം എന്നൊക്കെ മനസ്സിലാക്കണം. എന്ത് ചെയ്യണം, അത് നമ്മുടെ പേഴ്സണായിട്ടുള്ള ബിലീഫ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നമ്മളതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആർഗ്യുമെൻറ്റ് ഇവാലുവേഷൻ പറയുന്നുണ്ട്. പല വാദങ്ങളും എന്തേക്കാരം യുക്തിപരമായിട്ടുള്ള വാദങ്ങളാകും, അല്ലെങ്കിൽ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വാദങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെളിവുകൾ ഇതിൽ പറയുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഒരാളൊരു കാര്യം പറയുമ്പം അതിന് തക്കതായിട്ടുള്ള തെളിവുകൾ ഉണ്ടോ എന്നുള്ള രീതിയിൽ നമ്മളതിനെ ശരിക്കും ക്രിട്ടിക്കലായിട്ട് റീഡ് ചെയ്യുന്നത് വേണം. അതുപോലെ തന്നെ ഇമോഷണൽ മാനിപ്പുലേഷൻ, ഇതിനെ തിരിച്ചറിയും. ഇമോഷണൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നതാണ് ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അതിര് കടക്കുന്ന രീതിയിലുള്ള ഒരു അവകാശമായിട്ടുള്ള വാദങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇതിൽ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക. അതുപോലെ തന്നെ റൈറ്റിംഗ് ക്രെഡിബിലിറ്റി പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് ഒരു റൈറ്റർക്ക് എന്താണ് വിവിധ തരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ടാവും. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടാണോ ഇതിൽ ഈ ഒരു ആളെ ഈ എഴുതിയത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു റീഡർ എന്നുള്ള നിലയ്ക്ക്, ആ ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ടാകുന്ന കാഴ്ചപ്പാടുകളല്ല റീഡർ എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ടാവുക. അപ്പം അതൊക്കെ ഒരു റൈറ്റർ എന്താണ്, നമ്മൾ റീഡർ എങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുക എന്നുള്ള കാര്യങ്ങളും കൂടെ അഥവാ അദ്ദേഹം അതും കൂടെ വിലയിരുത്തിയിട്ടാവും അദ്ദേഹം എഴുത്തുകൾ എഴുതുക. അപ്പം അതൊക്കെ നമ്മൾ ക്ലിയർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ നോക്കുക എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. തിങ്കിങ് ക്രിട്ടിക്കലി ആസ് എ റൈറ്റർ എന്നുള്ളതാണ് നമുക്ക് പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ വരുന്ന കാര്യം. ഇപ്പോൾ നമ്മളൊരു എസ്സേ അല്ലെങ്കിൽ അസൈൻമെൻറ്റോ സ്റ്റോറിയോ ഒക്കെ എഴുതുമ്പം എന്താണ്, സ്വന്തം എഴുത്തിന് തന്നെ നമ്മൾ എന്താണ് ഒരു കടുത്ത വിമർശകനായിട്ട് നമ്മൾ മാറണം. ഇപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞത് ആരുതായിരുന്നു, ഒരു റീഡറുതായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആരാണ്, നമ്മളൊരു റൈറ്ററായിട്ട് സ്വയം സങ്കല്പിക്കാം. അപ്പം നമ്മൾ തന്നെ നമ്മളെ എഴുത്തിൻ്റെ ഭയങ്കര ഒരു ക്രിട്ടിക്കൽ ഇതുള്ള ആളായിരിക്കണം. നമ്മളെ എഴുത്തിനെ നമ്മൾ വിമർശിച്ചാൽ മാത്രമേ നമ്മളെ പോരായ്മകളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അതിനെ എന്താണ്, നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ എഴുതിയത് എന്താണ്, ഒരു ഒബ്ജക്റ്റീവ്ലി ആയിട്ട് നമ്മൾ അത് പുനർപരിശോധിക്കുന്നത് നിർബന്ധമാണ്. ആ ഒരു കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പം ഒരു ആയിട്ടുള്ള പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിൽ ഒരു 4 പോയിന്റുകൾ ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് പറയുന്നത് ഒരു ഫാക്ട് ഒപ്പീനിയൻ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം, ഈ ഫാക്ട് ഒപ്പീനിയൻ തമ്മിലുള്ള ഒരു വ്യത്യാസം തിരിച്ചറിയുക. ഈ ഒരു ഫാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഫാക്ട് എന്ന് പറയുന്ന നമുക്ക് എന്താണ്, കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യത്തിനെയാണ് എന്ത് പറയുന്നത്, ഫാക്ട് എന്ന് പറയുന്നത്. അപ്പം അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇത് ഫാക്റ്റാണ്. കാരണം അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്, അദ്ദേഹം വധ ചെയ്യപ്പെട്ടതാണെന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ എന്താണ്, അത് കാഴ്ചപ്പാടുകളാണ്. ഓരോരുത്തരുടെയും ഒപ്പീനിയൻസ് വ്യത്യസ്തമായിരിക്കും ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള. അത് ശരിക്കും അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ട് ഉള്ള കാര്യമല്ല, പലരുടെയും അനുമാനങ്ങളായിരിക്കും. അതിൽ ഒരു എക്സാമ്പിളായിട്ട് ഇത് പറയുന്നത് ജോൺ എഫ് കെ കെന്നഡി, നമ്മുടെ അമേരിക്കയുടെ 35ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള മരണത്തിൽ പല ദുരൂഹതകളും കാണുന്നുണ്ടെന്ന്. അപ്പം പലരും പറയുന്നുണ്ട് അദ്ദേഹത്തിനെ കൊന്നതാണെന്ന് പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് കൊന്നതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും നിലവിലുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പരിശോധിക്കുക. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ നമ്മളതൊക്കെ നമ്മളൊരു കാര്യം ചെയ്യുമ്പം അത് ശരിക്കും റിയൽ ആണോ, അതൊരു ഫാക്റ്റ് ആണോ, അതോ വെറും ഒരു ഒപ്പീനിയൻ മാത്രമാണോ എന്നുള്ള രീതിയിൽ നമ്മൾ ശരിക്കും അത് പുനർപരിശോധിക്കുക തന്നെ വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് സപ്പോർട്ട് യുവർ ഒപ്പീനിയൻസ് വിത്ത് എവിഡൻസ്. നമ്മൾ
തെളിവുകളോട് കൂടെ വേണം നമ്മുടെ ഒപ്പീനിയൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു ഒപ്പീനിയനാണ് വെക്കുന്നത് വെച്ചെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് വേണം എന്നുള്ളതാണ്. അഥവാ അഭിപ്രായങ്ങൾ എന്താണ്, ഇതിന്റെ തെളിവുകളോട് കൂടെ തന്നെ അതിനെ പിന്തുണക്കണം എന്നുള്ളതാണ്. ഇപ്പം തെളിവുകൾ പറയും, ഇതിൽ പറയുന്നത് ഇതൊരു എക്സാമ്പിൾസ് ആവാം, അല്ലെങ്കിൽ തന്നെ വിശദീകരണങ്ങളാവാം, നമ്മുടെ എക്സ്പേർട്ടിന്റെ ഒക്കെ ഒപ്പീനിയൻസ് ആവാം. അതുപോലെ ഇനി ഒരു മർഡർ ആണെങ്കിൽ നടന്നതെങ്കിൽ ഒരു കുടുംബത്തിന് പറയാനുള്ള കാര്യങ്ങൾ, സുഹൃത്തുക്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്താണ് ഒരു ശക്തമായിട്ടുള്ള തെളിവുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു റീഡറുടെ ഒരു അംഗീകാരം ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ദെൻ മൂന്നാമത് പറയുന്നതാണ് ഇവാലുവേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് യുവർ എവിഡൻസ്. തന്റെ തെളിവുകൾ എന്താണ്, ആ ഒരു ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് എഴുതുന്നത് അതിനെ പിന്തുണയ്ക്കുന്ന തെളിവുകളാണ് നമ്മൾ എടുത്തുള്ളത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താം. അഥവാ വിവരങ്ങൾ എന്താണ് അത്രയും വിശ്വസനീയമായിട്ടുള്ള ഉറവിടങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, എവിഡൻസ് കിട്ടിയിട്ടുള്ളതെന്നും. അതുപോലെ തന്നെ നമ്മുടെ എവിഡൻസ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു ക്രിട്ടിക്കൽ ഐ വെച്ച് മാത്രം നമ്മുടെ എവിഡൻസ് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, ഒരു റീഡർ എന്നുള്ള ഒരു നിലപാടിൽ നിന്നായിരിക്കണം നമ്മളത്, ഒരു റീഡർ എങ്ങനെ ഇത് വായിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു റൈറ്റർ അത് എഴുതണമെങ്കിൽ. അപ്പം അത്രയും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഐ നമുക്കൊരു കാര്യം പറയുമ്പോൾ അതിനാവശ്യമാണ്. കാരണം പല രീതിയിലായിരിക്കും വായനക്കാരുണ്ടാവുക, പല രീതിയിലായിരിക്കും അതിന് അർത്ഥങ്ങൾ വായനക്കാർ കൊടുക്കുക. അപ്പം ആ ഒരു രീതിയൊക്കെ മുന്നിൽ കണ്ടു വേണം ആരെ എഴുതാൻ വേണ്ടിയിട്ട്, ഒരു റൈറ്റർ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നാലാമത് പറയുന്ന കാര്യമാണ് അവോയ്ഡ് ബയാസസ് ആൻഡ് സ്ട്രോങ് ഇമോഷൻസ്. അപ്പം ഇതിൽ ബയാസസും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസിനും ഒക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നത്. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഒരിക്കലും മുൻവിധികളോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഇമോഷൻസോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന വിവരങ്ങൾ ഒരു തരത്തിലുള്ള ഒരു വളച്ചൊടിക്കലിന് വരെ അത് കാരണമാണെന്നും പറയുന്നുണ്ട്. അതുപോലെ ജെൻഡർ, കാസ്റ്റ്, റിലീജിയൻ, ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ എന്ത് വേണം, സെൻസിറ്റിവിറ്റി വേണം. കാരണം നമ്മൾ വായിക്കുന്ന പല ആളുകളും പല റിലീജിയൻസിൽ പെട്ട ആളുകളാവാം, പല ജെൻഡറിൽ പെട്ട ആളുകളാവാം. സോ അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതാം. അതുപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്സ് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഗേൾസിനാണെങ്കിൽ പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെയുള്ളൊരു പൊതുവായിട്ടുള്ള ധാരണകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. കാരണം അത് വായിക്കുന്ന പെൺകുട്ടികളിൽ പകുതിയിലധികം ശതമാനം ആളുകൾക്കും പിങ്ക് കളർ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ സംഭവങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ജാപ്പനീസ് കാർസ് ആണ്, അതുപോലെ ജർമ്മനിയിലുള്ള കാർസൊക്കെയാണ് കൂടുതൽ ഗ്രേറ്റ് ആയിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം. അതൊന്നും ഒരിക്കലും നമുക്കൊരു അത്രയും ഉറപ്പായിട്ടുള്ള ഒരു കാര്യം അല്ലാത്തൊരു കാര്യം നമ്മളതിൽ ഉന്നയിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ദെൻ പിന്നീട് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്ന കാര്യമാണ് അനലൈസിങ് ആസ് എ സ്ട്രാറ്റജി എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ് അനലൈസിങ്? അപ്പം നമുക്കിതിൽ പഠിക്കാനുള്ളത് അനലൈസിങ് പഠിക്കാനുള്ളത്, ഒരു സിന്തസൈസിങ് പഠിക്കാൻ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പം എന്താണ് അനലൈസിങ് എന്ന് പറഞ്ഞാൽ വിശകലനം ചെയ്യുക അല്ലേ. അനലൈസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇത് അനലൈസിങ് എന്ന് പറയുന്നത് വായനയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു റീഡിംഗ് ആയിട്ടാണ് നമുക്ക് ഇപ്പം നമ്മൾ വായിച്ച ഒരു കഥയോ കവിതയോ ഒക്കെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും അല്ലേ, ഒരു അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ സിന്തസൈസിങ് എന്ന് പറയുന്നത് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖല, അത് പറയാം നമുക്ക്. അപ്പം നമുക്ക് ആദ്യം അനലൈസ് നോക്കാം. ഇപ്പം അനലൈസ് എന്ന് പറയുന്നത് നമുക്ക് വായനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് അതിനെ എടുക്കാൻ പറ്റും. അതുപോലെ ഇത് അനലൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു ഐഡിയ തന്നെ നമുക്ക് അതിനെ എന്താണ് സപ്പോർട്ട് ചെയ്തും അതിനെ എതിർത്ത് നമുക്ക് ഒരു ആർഗ്യുമെന്റ് ഉണ്ടാക്കാന്ന് വിചാരിക്കുക. അപ്പം അതൊക്കെ ആ രീതിയിലൊക്കെ വായിക്കാൻ പറ്റും. അതിനാണ് എന്ത് പറയുന്നത് അനലൈസിംഗ് എന്ന് പറയുന്നത്. അത് മേ ബി നല്ല അനലൈസിംഗ് ആവാം, അല്ലെങ്കിൽ ബാഡ് അനലൈസിംഗ് ആവാം, ഏത് രീതിയിലും അനലൈസ് നടത്താം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ ഇപ്പം നമ്മളൊരു ആർഗ്യുമെന്റ് കിട്ടുകയാണെങ്കിൽ ആ ആർഗ്യുമെന്റ് നമ്മൾ അനലൈസ് ചെയ്യേണ്ട കുറച്ച് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വേണം, അതുപോലെ തന്നെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് അതിന് വേണം. അപ്പം ബേസിക് ഫീച്ചേഴ്സിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് ഇഷ്യൂസ്, ഒരു എഴുത്തുകാരന് എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിക്കുന്നു, എന്ത് പ്രശ്നമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഇഷ്യൂസിൽ പറയുന്നത്. ദെൻ രണ്ടാമത്തെ പറയുന്നത് ഫ്രെയിമിംഗ് ഓഫ് ഇഷ്യൂസ്, ആ ഇഷ്യൂ എങ്ങനെ അദ്ദേഹം അവതരിപ്പിക്കുന്നു എന്നതാണ് അതിൽ രണ്ടാമത് പറയുന്ന കാര്യം. പിന്നീട് മൂന്നാമത് പറയുന്നത് പൊസിഷൻ, ആ ഒരു ഇഷ്യൂവിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്നുള്ളത്. ദെൻ നാലാമത്തെ പറയുന്നത് ആർഗ്യുമെന്റ്സ്, ഈ ആർഗ്യുമെന്റിനെ പിന്തുണക്കുന്ന എവിഡൻസ് എന്നുള്ള കാര്യങ്ങൾ. അഥവാ അത് മേ ബി ഒരു എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ ആവാം, എക്സാമ്പിൾസ് ആവാം, സ്റ്റാറ്റിസ്റ്റിക്സ് ആവാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ആർഗ്യുമെന്റ്സിൽ പറയുന്നത്. അതിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് അതിൽ പറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ കൗണ്ടർ ആർഗ്യുമെന്റ്, അതിൽ പറയുന്നത് നമുക്ക് ഒരു ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ആ എതിരായിട്ടുള്ള ആർഗ്യുമെന്റിനെ എത്രത്തോളം എന്താണ് അംഗീകരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്രത്തോളം അതിനെ പിന്തുണക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ദെൻ രണ്ടാമത്തെ വിഭാഗമാണ് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, പ്രേരണാത്മകമായിട്ടുള്ള ഘടകങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിൽ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ വാല്യൂസ് വരുന്നുണ്ട്, മോറൽ വാല്യൂസ് ഒക്കെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ മോറൽ വാല്യൂസിന് നമ്മളതിൽ പരിഗണിക്കണം. അതുപോലെ തന്നെ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്, റൈറ്ററിൻ്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ താല്പര്യങ്ങളൊക്കെ നമ്മൾ അതിൽ നോക്കണം. അതുപോലെ തന്നെ എന്താണ് ഒരു
പ്രയോറിറ്റിക്കൽ കൺസേൺസ് പറയുന്നുണ്ട്. നമ്മുടെ റൈറ്ററിൻ്റെ ഒരു പ്രയോറിറ്റി, അദ്ദേഹത്തിൻ്റെ ആശങ്കകളോ അദ്ദേഹത്തിൻ്റെ ഭയങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുത്തില്ല. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് വിശകലനം ചെയ്ത് അനലൈസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ് അല്ലേ. ഇതൊക്കെ നമ്മൾ ഒരു അനലൈസിങ് എന്നുള്ള രീതിയിൽ, ഒരു റീഡർ എന്നുള്ള രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. ദെൻ പിന്നീട് പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ് സിന്തസൈസിങ് ആസ് എ റൈറ്റിംഗ് സ്ട്രാറ്റജി. ഇപ്പം നമുക്ക് സിന്തസൈസിങ് എന്താണെന്നുള്ളത് ആദ്യം അറിയണം. ഇതും ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് പറയുന്നത്. അപ്പം നമുക്കൊരു കാര്യങ്ങൾ കിട്ടുമ്പം അത് എന്താണ് പല ഉറവിടത്തിൽ നിന്നായിരിക്കും അത് കിട്ടുക. പല ആശയങ്ങൾ, പല വിവരങ്ങളൊക്കെ എന്താണ് പല മേഖലകളിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് കിട്ടുന്ന അറിവുകളും നമ്മൾ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളും ഒക്കെ നോക്കി അവസാനം എത്തുന്ന ഒരു നിഗമനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, സിന്തസൈസിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പം അത് നമ്മൾ പറയുന്നത് മാത്രമാണ് ചെയ്യുന്നില്ല, പക്ഷേ അതിനെക്കുറിച്ചിട്ട് ഇതിന് മുന്നേ അന്വേഷിച്ച ഒരുപാട് ആളുകൾ, മുന്നേ എഴുതി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം അവരുടെയൊക്കെ കൺസേണുകൾ നമ്മൾ മാനിച്ചുകൊണ്ട് നമ്മൾ എത്തുന്ന ആ ഒരു എന്താ പറയുക, അവസാനത്തെ ആ ഒരു നിഗമനത്തിലേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, സിന്തസൈസിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരു നല്ല ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നല്ലത് പറയുമ്പം മേ ബി ഇത് വേറൊരാൾ എഴുതുമ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം ആണ് എന്നുള്ള പറയുന്നത്. അപ്പം ഇത് നമ്മുടേത് മാത്രമല്ലാതെ മറ്റുള്ളവർ കൂടി ഉൾപ്പെടുത്തി എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്, സിന്തസൈസ് എന്ന് പറയുന്നത്. അപ്പം ഏതൊരു വിഷയത്തിലും എഴുതുമ്പോൾ എന്തുണ്ടാവും, ഒരു സിന്തസൈസ് എന്ന് പറയുന്നത് അത്യാവശ്യ ഘടകമാണ്. കാരണം നമ്മൾ ഏതൊരു കാര്യം എഴുതുമ്പോൾ നമ്മളായിട്ടുള്ള ഒരു ഭാഗം മാത്രം എഴുതുന്നതിലുപരി മറ്റുള്ളവരുടെ ഭാഗങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കി എഴുതുമ്പോഴാണ് ഒന്നും കൂടെ എന്തുണ്ടാവുള്ളൂ, അതിനൊരു ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പം ആ ഒരു കാര്യം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്ന വേറൊരു ടോപ്പിക്കാണ് ഇൻ്റർപ്രിറ്റേറ്റീവ് തിങ്കിങ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇതിൽ എന്താ പറയുന്നത്, ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ എന്താണ് അദ്ദേഹം ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇന്ന കാര്യം എന്നൊരിക്കലും അദ്ദേഹം പറയൂല. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അവർ പല കാര്യങ്ങളും അവർ ഒളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളാണ് അത് കണ്ടുപിടിക്കേണ്ട ആളുകളെ. അപ്പം അവർ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും പറയുന്നില്ല. നമ്മൾ അതിൽ നിന്നുള്ള അവർ ചിന്തിക്കുന്ന അർത്ഥങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യുക. അത് അവരുടെ ആറ്റിറ്റ്യൂഡ്സിൽ, പെർസ്പെക്റ്റീവ്സിൽ ഒക്കെ അവർ ചെറിയ സൂചകങ്ങളായിട്ടൊക്കെ അവരുടെ എഴുത്തുകളിൽ അവർ ഒളിപ്പിച്ച് വെക്കും. നമ്മളതെന്ത് ചെയ്യണം, അത് നമ്മൾ വായനക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മളത് കണ്ടുപിടിക്കണം. അപ്പോൾ ശരിക്കും നമ്മളൊരു റിയൽ റീഡർ ആവാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് ആണ്. നമ്മൾ വരികൾക്കിടയിലൂടെയാണ് നമ്മൾ അത് വായിക്കണമെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ്ങിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ പല പോയംസും ശരിക്കും അതിൻ്റെയൊക്കെ ഈ ഇന്നർ മീനിങ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചിലതിൻ്റെ ഒന്നും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രത്തോളം ഇന്നർ മീനിങ് ആ പോയത്തിനുണ്ടാവും. അപ്പം പലരും അപ്പം അവരൊക്കെ അത് മുൻകൂട്ടി കണ്ട് എഴുതുന്ന സംഭവങ്ങളായിരിക്കാം. അപ്പം നമുക്ക് അത്രയും നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള അർത്ഥങ്ങൾ പല പോയംസിനും ഉണ്ടാവും. അപ്പം അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മളെന്താണ് വരികൾ മാത്രം വായിക്കാതെ അതിനിടയിലൂടെ വായിക്കാൻ നോക്കുക. ദെൻ അവസാനം ഇൻഫറൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും വിശകലനം ചെയ്ത് കണ്ടെത്തി നമ്മൾ എന്തിലെത്തും, ഒരു അനുമാനത്തിലേക്ക് എത്തും, ഒരു നിഗമനത്തിലേക്ക് നമ്മളെത്തും. അതാണ് എന്ത് പറയുന്നത്, ഇൻഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു പോയറ്റ് അല്ലെങ്കിൽ ഒരു റൈറ്റർ ഒരിക്കലും നേരിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലൂടെ ചിലപ്പം പറയണമെന്നില്ല. അപ്പം പല മീനിങ്ങുകളും ഉള്ളിൽ മറിഞ്ഞു കിടക്കായിരിക്കും. അപ്പം നമ്മളത് കണ്ടുപിടിച്ച് അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അത് തിരഞ്ഞുപിടിച്ച് അതെന്തൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്യണം. ഇപ്പം ഒരു മറ്റൊരു എഴുത്തുകാരനെ കുറിച്ചിട്ട് ഇപ്പോൾ കളിയാക്കുന്ന രീതിയിലാണെങ്കിൽ പോലും പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും അത്രയും മോശപ്പെട്ട ആളാണെന്ന് ഒരിക്കലും പറയൂല. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ച പല പദപ്രയോഗങ്ങളും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെയാണ് ഒരിക്കലും അവർ മോശം ആയതിനെ ഒരിക്കലും മോശമാണെന്നൊന്നും പറയില്ല. പക്ഷെ അവർ ഉപയോഗിച്ച പല പദപ്രയോഗങ്ങളിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അതാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ഒരു കാര്യം കേട്ടിട്ട് അതിന് നല്ലൊരു ഗുഡ് ആയിട്ടുള്ള ഒരു ഇൻഫറൻസിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ ഒരു ബാഡ് ആയിട്ടുള്ള ഇൻഫറൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അത് നമ്മൾ എത്തുന്നത് എന്ന് പറയുമ്പം അത് എല്ലാവരും ഒരുപോലെ ചിന്തിച്ചോളണം എന്നല്ല. അതിനുള്ളൊരു എക്സാമ്പിൾസ് നമ്മൾ 2-3 പാസേജ് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പാസേജ് മാത്രം ഞാനൊന്ന് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. മനസ്സിലാക്കി വെക്കാനാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത് എന്നുള്ള രീതി അവിടെ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതിൽ പാസേജ് 1 റോമൻ ബാത്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇപ്പം അതിൽ പറയുന്നത് വെച്ചാൽ ഈ ആൻഷ്യൻ്റ് ആയിട്ടുള്ള റോമക്കാർക്ക് എന്താണ് ഈ ബാത്ത്, അത് കുളി എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ളൊരു പ്രവൃത്തി മാത്രമല്ല, അവർക്ക് അതിനൊരു പ്രത്യേകത ഉണ്ട്. അതൊരു ഒരു സോഷ്യലായിട്ടുള്ളൊരു പ്രവൃത്തി, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അവസരമായിട്ടായിരുന്നു അതിനെ പലരും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ലക്ഷറി ബാത്റൂമുകൾ, അതുപോലെ തന്നെ പബ്ലിക് ബാത്റൂമുകളൊക്കെ ഒരുപാട് നിർമ്മിച്ച് വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ നമ്മളെ ഇൻഡോറിലുള്ള സ്വിമ്മിംഗ് പൂളിനേക്കാളും അതിനൊക്കെ വെല്ലുന്ന ബാത്റൂമുകളാണ്, പബ്ലിക് ബാത്റൂമുകളാണ് അന്നുണ്ടായിരുന്നത്. ലക്ഷറി ആയിട്ടുള്ള ബാത്റൂമുകളാണ് അവർ നിർമ്മിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ പറയുന്നത്, അപ്പം അവർ ബാത്റൂം നിർമ്മിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള
അവർക്ക് ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങൾ മസാജ് വേണമെങ്കിൽ അത്, അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ, ഇങ്ങനത്തെ എല്ലാ സമൂഹ ബാത്റൂം സംബന്ധമായിട്ടുള്ള ഏരിയകളിൽ അവർ ഫിക്സ് ചെയ്ത് വെക്കും. അപ്പം ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത് ഇതിന് ശരിയായിട്ടുള്ളൊരു ഇൻഫറൻസിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഈ ഒരു ആൻഷ്യൻ്റ് റോമൻസ് എന്താണ്, കുളിയെ സാധാരണ ഒരു ആഡംബരം അതുപോലെ തന്നെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാക്കി മാറ്റിയിരുന്നവരാണെന്ന് പറയുന്നുണ്ട്. അതാണ് ശരിക്കും അതിൽ ശരിയായിട്ടുള്ളൊരു കാര്യം. ഇനി ഒരു തെറ്റായിട്ടുള്ള സംഭവം ഇതിൽ ചിലർ അനുമാനിക്കുകയാണെന്ത്, ഈ റോമക്കാരാണ് ആദ്യമായിട്ട് ആഡംബര ജീവിതം നയിച്ചത് എന്നൊന്നും ഒരിക്കലും അതിൽ പറയുന്നില്ല അവർ. പക്ഷെ നമ്മൾ തെറ്റായ അനുമാനത്തിലേക്ക് ചിലപ്പം ചിലർ അങ്ങനെ എത്താം. അപ്പം അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അവർ കൂടുതൽ സമയം കുളിയിൽ മാത്രമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അവർ ഭരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ആ സാമ്രാജ്യം നശിച്ചു പോകില്ലായിരുന്നു എന്നൊക്കെയുള്ള പല അനുമാനങ്ങളും പലരും പറയുന്നു. അപ്പം അത് ഒരിക്കലും അതൊരു ശരിയായിട്ടുള്ളൊരു ഒരു നിഗമനത്തിലേക്ക് നമുക്ക് ഒരിക്കലും അത് കൊണ്ടു ചെന്നെത്തിക്കുന്നില്ല. കാരണം ഒരിക്കലും അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. ആ പാസേജിൽ അങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പം കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ അതിനെ വളച്ചൊടിച്ച് പറയുന്ന ആ ഒരു രീതിയാണ് ഇവിടെ വിമർശിക്കുന്നത്. ഇപ്പൊ പല മാധ്യമങ്ങളും ഇതിനൊന്നും എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരേണ്ടി വരില്ല. പറയാത്ത പല കാര്യങ്ങളും, അദ്ദേഹം വിചാരിക്കാത്ത പല കാര്യങ്ങളും മീഡിയാസ് അതിനെ വളച്ചൊടിച്ചിട്ടൊക്കെ അവരുടെ വെറും റേറ്റിംഗ് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള അനുമാനങ്ങളിൽ മാത്രം നമ്മൾ ഉറച്ചു നിൽക്കുക, അത് മാത്രം എടുക്കുക. അല്ലാതെ നമുക്ക് ഈ റൂമേഴ്സ് പരത്തുന്ന പല കാര്യങ്ങളും നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പം ഒരു ടോട്ടലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഇൻഫറൻസ് നടന്നാൽ മാത്രമേ ശരിക്കും ആ ഒരു റൈറ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും, റീഡറിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ അതിൻ്റെ നല്ല കാര്യങ്ങൾ അതിനെ ഉൾക്കൊണ്ട് നല്ലൊരു ഗുഡായിട്ടുള്ളൊരു ഇൻഫറൻസ് നമ്മൾ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഇപ്പോൾ നമുക്ക് റീഡിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റൈറ്റിംഗ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ അവസാനം എന്ത് ചെയ്യണം, ഇൻഫറൻസ് ചെയ്യേണ്ട രീതികൾ വരെ നമ്മൾ ഇതിൽ ടെക്സ്റ്റിൽ പഠിച്ചു. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത്. സോ ഇത്ര തന്നെ ഉള്ളൂ. ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.